ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ എബിൻ മൈക്കിളിൻ്റെ ഏലം കൃഷിയിലെ അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ കണ്ണാടുംതറ എബിൻ മൈക്കിളിൻ്റെ കൃഷിയിടത്തിലാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദത്തിനു ശേഷം പൂർണ്ണ സമയവും കാർഷിക പ്രവർത്തനത്തിനായി ജീവിതം മാറ്റിവെച്ച എബിൻ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. എബിൻ, നമസ്കാരം. നമസ്കാരം സാർ. എബിൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക മേഖലയിലുണ്ട്? 5 വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം? കാർഷിക രംഗത്ത് കൂടുതൽ ലാഭകരമായിട്ട് തോന്നി, അതുകൊണ്ട് കാർഷിക രംഗത്തേക്ക് വന്നത്. എന്തൊക്കെ വിളകളാണുള്ളത്? ഏലം, കുരുമുളക്, കാപ്പി, ചേന, ചേമ്പ് തുടങ്ങിയ കൃഷികളുണ്ട്. അതിൻ്റെ കൂടെ പശു വളർത്തലുമുണ്ട്. എത്ര പശുക്കളെ വളർത്തുന്നുണ്ട്? 2 പശുവുണ്ട്. വളം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ കാലി വളർത്തൽ, അതോ നമ്മൾ പാല് കൊടുത്ത്? പാലിന് വേണ്ടിയും വളത്തിന് വേണ്ടിയാണ് പശുവിനെ വളർത്തുന്നത്. എത്ര ഏക്കറിലാണ് ഏലം കൃഷി ചെയ്യുന്നത്? 5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഏലം കൃഷി ചെയ്യുന്നുണ്ട്. കിഴങ്ങ് വിളകളൊക്കെയോ? അതൊരു 20 സെൻറ്റ് സ്ഥലത്ത്. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അതോ പുറത്ത് വിൽക്കാറുണ്ട്? വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന് കാപ്പി കൃഷി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എബിനിപ്പോഴും കാപ്പിയിൽ കൃഷി തുടരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണം? കാപ്പി നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കാപ്പിപ്പൊടിക്ക് വേണ്ടിയും ആണ് കാപ്പി കൃഷി മെയിനായിട്ട് നമ്മൾ ചെയ്തു തരുന്നത്. പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആകുന്നുണ്ട്, അതുകൊണ്ട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളക് കൃഷി ലാഭകരമാണോ ഇപ്പോഴത്തെ? കുരുമുളക് കൃഷി ലാഭമാണ്. നമ്മൾ മറ്റ് കേടുബാധയൊന്നും വന്നില്ലെങ്കിൽ ഏലത്തിന് ഇടവിളയായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വർഷത്തിലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വാഴയും കൃഷിയുണ്ടെന്ന് പറഞ്ഞു. ഏതിനം വാഴയാണ്? മെയിനായിട്ട് ഇവിടെ ഞാലിപ്പൂവൻ, റോസ്റ്റ, ഏത്തവാഴ എന്നീ വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് ലാഭകരമാണോ? അത് ലാഭകരം. നമ്മുടെ സ്വന്തം ആവശ്യത്തിനും അധികം വന്നാൽ പുറത്ത് വിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെയാണ് കൃഷിയുള്ളത്? ഗ്രാമ്പുണ്ട്, തെങ്ങുണ്ട്. ഈ മേഖലയിൽ തെങ്ങ് വ്യാപകമായിട്ട് കൃഷിയുള്ള സ്ഥലമാണോ? അല്ലല്ല, ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് തെങ്ങ് കായ്ക്കാൻ വളരെ പാടാണ്. അപൂർവങ്ങളിലായിട്ട് കായ്ച്ചാലേ ഉള്ളൂ. വീട്ടാവശ്യത്തിനുള്ള തേങ്ങ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? വീട്ടാവശ്യത്തിനില്ല, നമ്മളൊരു നിശ്ചിത സമയത്ത് കൃഷി ചെയ്യുന്നതേ ഉള്ളൂ. ഏലം എന്തിനം ഏലമാണ് കൃഷി? ഇവിടെ ഞെള്ളാണി ഏലമാണ് നല്ലപോലെ, മറ്റ് ചെടികളെ അപേക്ഷിച്ച് നല്ലപോലെ കായ്ക്കുന്നത് ഞെള്ളാണി ഏലമാണ് ഈ കാലാവസ്ഥയ്ക്ക്. അതുകൊണ്ട് അതാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഞെള്ളാണി ഏലമാണ് കൃഷി ചെയ്യുന്നത്. എബിൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലും ഈ ഞെള്ളാണി തന്നെയായിരുന്നോ കൃഷിയിടത്തിലുണ്ടായിരുന്നത്? അതെ അതെ, നമ്മുടെ പണ്ട് മുതലേ ഇത് തന്നെയാണ് കൃഷി ചെയ്തിരുന്നത്. ഏലത്തിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്? ഏലത്തിൻ്റെ കൃഷി രീതി, ഏലം നട്ട് 3-ാം വർഷം മുതൽ നമുക്ക് ആദായം ലഭിച്ചു തുടങ്ങും. ഏലത്തിൻ്റെ കൃഷി നമ്മൾ ഒരു ചിമ്പാണ് നടുന്നത്. അത് നമ്മളെ പരിപാലിച്ച് ഒരു 3 വർഷം കൊണ്ട് ആദായത്തിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ ഒരു വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? വളപ്രയോഗം നമ്മൾ വെച്ച് ഒരു 45 ദിവസം ഫാക്ടംപോസ്, ചാണകം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കലക്കി ഒഴിക്കും. അത് ചിമ്പടിക്കുന്നതനുസരിച്ച് ചാണകപ്പൊടി, മറ്റ് രാസവളങ്ങൾ ഇട്ട് കൊടുക്കും. പിന്നെ എല്ലാ 40 ദിവസത്തിലും ഏലത്തിന് കീടനാശിനി പ്രയോഗിക്കും. ഏലത്തിന് ഓരോരോ രോഗങ്ങൾ വരും. ഫിസേറിയം, അഴുകൽ, അങ്ങനെ വരുന്ന രോഗങ്ങൾക്ക് സെപ്പറേറ്റ് മരുന്നുകൾ കൊടുക്കുന്നതാണ്. ഫിസേറിയത്തിനെ പ്രതിരോധിക്കാനായിട്ട് എത്ര നാൾ കൂടുമ്പോൾ നമ്മൾ മരുന്നടിക്കണം? ഒരു 3 മാസം കൂടുമ്പോൾ ഫിസേറിയത്തിനെ പ്രതിരോധിക്കാൻ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. മണ്ണിൻ്റെ പരിശോധനയൊക്കെ നടത്താറുണ്ട്? മണ്ണിൻ്റെ പരിശോധന നടത്താറുണ്ട്. മെയിനായിട്ട് മണ്ണ് ന്യൂട്രാകാൻ നീറ്റ് കക്ക എല്ലാ വർഷവും ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കുന്നതാണ്. ഈ നീറ്റ് കക്ക നമ്മൾ പൊടിയായിട്ട് വാങ്ങുവാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് നീറ്റി പൊടിച്ചിടുവാണോ? നമ്മൾ നീറ്റ് കക്ക മേടിച്ച് വീട്ടിൽ തന്നെ നമ്മൾ നീറ്റിയെടുക്കുക, എന്നിട്ട് ഏലത്തിൻ്റെ ചോട്ടിലോട്ട് വരിയിടുക. പിന്നെ ഏലം കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന രോഗബാധയാണല്ലോ ഈ അഴുകൽ രോഗം. അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? അഴുകലിനെ പ്രതിരോധിക്കാൻ നമ്മൾ ബോഡോമിശ്രിതം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ COC മരുന്നിൻ്റെ കൂടെ അടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ മരുന്നുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു ഏലച്ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എത്ര വർഷം വരെ അതിൽ നിന്ന് ആദായം ലഭിക്കും?
വർഷം നമ്മൾ അങ്ങനെയില്ല, എത്ര വർഷം വേണമെങ്കിലും ആദായം എടുക്കാം. പിന്നെ നമ്മളിത് പരിപാലിക്കുന്ന പോലെ പരിപാലിക്കണം. പുതിയ പുതിയ ചിമ്പുകൾ വന്നുകൊണ്ടിരിക്കും, അത് നമ്മൾ അടുപ്പിച്ച് കൊടുക്കണം. ഈ വാഴയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും പുതിയ പുതിയ വിത്തുകൾ ഇങ്ങനെ അതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുവന്ന് അതാ മതി. അത് എത്ര വർഷം വേണേലും നമുക്ക് 30 കൊല്ലം 40 കൊല്ലം വേണേലും കൃഷി വിളവെടുക്കാം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ചെടി ഒത്തിരി അകന്നു പോകും. അകന്നു പോകുമ്പം എല്ലാം ഒന്ന് കൂട്ടി അടുപ്പിച്ച് റീപ്ലാന്റ് പോലെ ചെയ്താൽ മതി. ഏതാണ്ട് 20 വർഷം കഴിയുമ്പോഴത്തേക്കും ചെടി അകന്നു തുടങ്ങും അല്ലേ? നമ്മൾ എല്ലാ കൊല്ലവും തന്നെ അകന്നു പോകുമ്പോൾ തന്നെ പറിച്ച് അടുപ്പിച്ച് വെച്ചാൽ കുഴപ്പമില്ല, തൈച്ചെടി പോലെ നിൽക്കും. അല്ലാതെ നിന്നാൽ അകന്നു പോകും. അതോടൊപ്പം ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് ഏലം പരിപാലിക്കുന്നത്? വേനൽക്കാലത്ത് നമ്മൾ ചപ്പെല്ലാം അടിച്ച് പൊതയിടുക. പൊതയടിച്ച് ജലസേചന സൗകര്യമുള്ളവർ ജലസേചനം, അങ്ങനെയാണ്. ഹോസ് പിടിച്ചുള്ള ഈ കൈനനയാണോ അതോ ഈ മിസ്റ്റ് ഇറിഗേഷൻ എന്തെങ്കിലും തോട്ടത്തിൽ ഉണ്ടോ? നമ്മൾ ഈ പ്രതാക്കുളമാണ് നമ്മുടെ ജലസ്രോതസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറവായതുകൊണ്ട് ഓസ് വെച്ച് നനയ്ക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റൊക്കെ ആണെങ്കിൽ പറ്റാത്ത വെള്ളം ഉള്ളവർക്കൊക്കെ മിസ്റ്റ് എടുക്കാം. അതിനൊത്തിരി വെള്ളം ചിലവാകുന്നുണ്ട്. നമ്മൾ ഓസ് ഇട്ട് വേണം വെള്ളം ഒഴിക്കുന്നത്. കടുത്തൊരു വേനലുണ്ടാകുന്ന സമയത്ത് നമ്മൾ എത്ര തവണ ആഴ്ചയിൽ ഈ തോട്ടം നനയ്ക്കേണ്ടി വരും? നമ്മളൊരു 15 ദിവസം കൂടുമ്പം ഒരു 50 ലിറ്റർ വെള്ളം വെച്ച് ഒരു ചെടിക്ക് നനയ്ക്കുന്നുണ്ട്, നനച്ചു കൊടുക്കുന്നുണ്ട്. ഈ വേനൽ ഇതുവരെ ബാധിച്ചിട്ടുണ്ടോ ഈ മേഖലയിലെ കൃഷിയിടങ്ങളെ? 2018 ഒരു ഉണക്കിന് ബാധിച്ച് മിക്ക ചെടികളും പോയി പുതിയത് നട്ടുപിടിപ്പിച്ചതാണ്. പിന്നെ 2021 ഒരു ഉണക്ക് വന്നു. അത് കാര്യമായിട്ട് ബാധിച്ചില്ലെങ്കിലും ഉൽപ്പാദനം വളരെയേറെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു ശരാശരി ഉൽപ്പാദനം എങ്ങനെയാണ്? ഒരു ഏക്കറിൽ നിന്ന് എത്ര കിലോ വരെ നമുക്ക് ഏലം ലഭിക്കാറുണ്ട്? ഒരേക്കറിൽ നിന്ന് ഒരു വർഷം ഉണക്കൊക്കെ ഒരു 300 കിലോ വരെ കിട്ടുന്നുണ്ട്. ഈ പരിപാലനം അനുസരിച്ചാണോ ഈ വിളവിൻ്റെ ഒരു? ഏലത്തിൻ്റെ പരിപാലനം അനുസരിച്ചാണ്. കൂടുതൽ വളവും മരുന്നുകളും കൊടുത്താൽ കൂടുതൽ വിളവ് ലഭിക്കും. നമ്മൾ ഏലത്തിന് പണി കുറയുന്നതിനനുസരിച്ച് വിളവും താരതമ്യേന കുറയും. ഇപ്പോൾ 5 ഏക്കർ തോട്ടം പരിപാലിക്കണമെങ്കിൽ തൊഴിലാളികളൊക്കെ ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരു തൊഴിലാളി ക്ഷാമം ഈ മേഖലയിലുണ്ടോ? തൊഴിലാളി ക്ഷാമം ഇപ്പം ഈ കായെടുപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തൊഴിലാളി ക്ഷാമം വരുന്നുണ്ട്. കായെടുപ്പ് സീസൺ ആകുമ്പോൾ മാത്രം തൊഴിലാളികളുടെ ക്ഷാമം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? നമ്മളിപ്പം ഒരു തോട്ടത്തിൽ നിന്ന് തീരുന്ന വെച്ച് നമ്മൾ 3-4 പേരൊക്കെ വെച്ചാണ് കായെടുക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കായെടുത്ത് വരുമ്പം ഏകദേശം 1 മാസത്തോളം കാലതാമസം വരും. അപ്പോൾ ഈ ഏലക്ക പഴുത്തു പോകുന്നൊരു പ്രശ്നം വരില്ലേ? പഴുത്തു പോകും. പിന്നെ ഈ എലി, അണ്ണാൻ തുടങ്ങിയ ജീവികൾ ഇത് പൊട്ടിച്ച് കളയും. വേറെ ഏതെങ്കിലും ജീവികളുടെ ആക്രമണം ഉണ്ടോ ഈ കൃഷി ആയിട്ട് ബന്ധപ്പെട്ട്? മറ്റ് ജീവികളുടെ ആക്രമണമൊന്നുമില്ല. കാട്ടുപന്നി ഈ പ്രദേശത്ത് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ഈ കാട്ടാനയുള്ള ഏരിയയിലൊക്കെ ഏലം ഒടിച്ചു കളയുകയൊക്കെ ചെയ്യും. എത്ര ദിവസം കൂടുമ്പോഴാണ് വിളവെടുപ്പ് നടത്തുന്നത്? ഒരു കാ വിരിഞ്ഞ് 90 മുതൽ 120 ദിവസത്തിന് ശേഷമാണ് കാ വിളവെടുപ്പിന് തയ്യാറാകുന്നത്. അങ്ങനെ വിളവെടുപ്പ് തുടങ്ങിയാൽ നമ്മളൊരു 45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കും. ഒരു വർഷം എത്ര തവണ വിളവെടുക്കാം? ഒരു തവണ 7-8 പ്രാവശ്യം വിളവെടുക്കാം. ശരിക്കും ഈ മേഖലയിൽ ഈ സീസൺ ആരംഭിക്കുന്നത് ഏത് മാസമാണ്? സീസൺ ആരംഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏലത്തിൻ്റെ സീസൺ ആരംഭിക്കുന്നത് ഇവിടെ. ഇത് ഉണങ്ങി കൊടുക്കാനുള്ള സൗകര്യമൊക്കെ എങ്ങനെയാണ്? നമ്മൾ സ്വന്തമായിട്ട് ഡ്രയർ ഉണ്ടോ അതോ പുറത്ത് കൊടുത്താണോ ഉണങ്ങുന്നത്? നമുക്ക് സ്വന്തമായിട്ട് ഡ്രയറില്ല, നമ്മൾ പുറത്ത് കൊടുത്താണ് ഉണങ്ങുന്നത്. 1 കിലോ പച്ച ഏലക്ക ഉണങ്ങിയെടുക്കാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവ് വരും? 1 കിലോ പച്ചക്ക ഉണങ്ങുന്നതിന് ഏകദേശം 12 രൂപ പുറത്ത് ഉണങ്ങുന്നതിന്. ഇപ്പോഴത്തെ ഈ വിലയിൽ ലാഭകരമാണോ? 2500 ശരാശരി ഇപ്പോൾ ഏലത്തിൻ്റെ വില. ഈ വിലയിൽ ഏലം കൃഷി ലാഭകരമാണ്. എന്നാലും നമുക്ക് പണികൂലി, മരുന്നടി എല്ലാം കഴിഞ്ഞ് നമുക്കൊരു നിശ്ചിത തുക നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദന ചെലവ് കൂടിയിട്ടുണ്ടോ? ഉൽപ്പാദന ചെലവ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടി. പണികൂലി കൂടി, മരുന്ന് മറ്റേ രാസവളങ്ങളുടെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പിന്നെ ഏലത്തിന് പണ്ടത്തെക്കാട്ടിലും രോഗങ്ങൾ കൂടി, അതനുസരിച്ചുള്ള മരുന്നുകളും കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ചിലവും കൂടി. ഈ ഏലത്തിന് ഇടവിളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ഏലത്തിന് ഇടവിളയായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. അത് മുരിക്കലാണോ അതോ മരങ്ങളിൽ പടർത്തി വിടുകയാണോ? മരങ്ങളിൽ ഏലത്തിന് വെച്ചിരിക്കുന്ന തണൽ മരങ്ങളിൽ പടർത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ തണൽ ക്രമീകരണം എങ്ങനെയാണ് ഏലം കൃഷിക്ക് വേണ്ടിയിട്ട്? തണൽ ക്രമീകരണങ്ങളിൽ നമ്മുടെ വേനൽക്കാലം ആരംഭിക്കുന്നത് ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇവിടെ ചൂട് കൂടുതൽ. അതനുസരിച്ച് നമ്മളൊരു ജൂൺ മാസം ആകുമ്പോൾ നമ്മൾ ഏലത്തിൻ്റെ ഷെയ്ഡ് ക്രമീകരിച്ച് കൊടുക്കുന്നു. അതൊരു ഡിസംബറൊക്കെ ആകുമ്പോൾ തളുത്ത് ഏലത്തിനൊരു തണലായിട്ട് നിൽക്കും. എന്ന രീതിയിലാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തണൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കണോ? 2 വർഷം കൂടുമ്പം മരത്തിൻ്റെ തളുപ്പ് വെട്ടിക്കൊടുക്കണം. ഈ ഞല്ലാനി ഏലത്തിന് കൂടുതൽ തണൽ ആവശ്യമുണ്ടോ? ഒരു 50% വെയിലടി ഏക്കണം, 50% തണലും വേണം. വേറെ എന്താണ് ഈ ഏലം കർഷകരെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് ഏലം കർഷകരെ ബാധിക്കുന്നത്? ഏലം കർഷകരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം.
കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇപ്പം മഴ കൂടുതലുള്ള സമയമാണ്. അപ്പം കാപിടുത്തം പൊതുവെ കുറവാണ്. ഏലത്തിന് അഴുകൽ രോഗങ്ങൾ ബാധിക്കുന്നു. ഇത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ്. 30°C ചൂട് വരെ എത്തിയാൽ പിന്നെ ഏലത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കും. ഈ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് പോയായിരുന്നോ ഇടയ്ക്ക് എപ്പോഴും? ഇല്ല, ജോലിക്ക് എനിക്ക് പോയിട്ടില്ല. ഈ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ പൂർണ്ണ സംതൃപ്തനാണോ? പൂർണ്ണ സംതൃപ്തനാണ്. കൂട്ടുകാരൊക്കെ ഈ കൂടെ പഠിച്ചവരൊക്കെ പലരും ഈ കൃഷി മേഖല വിട്ട് മറ്റ് ജോലിക്ക് പോകുമ്പോൾ അവരോട് ഇതൊക്കെ സംസാരിക്കാറുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കൃഷി തന്നെയാണ് ലാഭകരമെന്നാണ്. കൂടുതൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് ലാഭകരമെന്നാണ് അവർ പറയുന്നത്. പാരമ്പര്യമായി കർഷക കുടുംബത്തിൽ വന്നയാളല്ലേ? അതെ അതെ. അതാണ് കൃഷി തുടരാനൊരു കാരണം. അത് തുടരാൻ മെയിൻ കാരണം അതാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. എല്ലാവരും കാർഷിക രംഗത്ത് സഹായിക്കുന്നവരാണോ? എല്ലാവരും കാർഷിക രംഗത്ത് സഹായിക്കുന്നവരാ. പശു വളർത്തൽ ആരംഭിച്ചത് എന്ന് മുതലാണ്? ഈ സമീപകാലത്താണോ അതോ മുൻപ് മുതലുണ്ടോ? ആദ്യ കാര്യങ്ങളിൽ തന്നെ വീട്ടിൽ പശു വളർത്തലുണ്ട്. ഈ വീട്ടിലെ കൃഷി ആവശ്യത്തിനുള്ള ജൈവവളം ചാണകം മുഴുവൻ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടോ? കൃഷി ആവശ്യത്തിന് മെയിനായിട്ട് നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഈ ചാണകം അത്യാവശ്യമായിട്ടൊരു ഘടകമായതുകൊണ്ട് നമ്മൾ പശുവിനെ ആദ്യകാലങ്ങളിൽ തൊട്ട് വളർത്തുന്നതാണ്. പശുവിൻ്റെ മൂത്രം, ചാണകം എന്നിവ നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ മൂത്രമൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് വെള്ളം ചേർത്ത് വേണ്ടേ ഉപയോഗിക്കാൻ? അതിൻ്റെ ഒരു രീതി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും മൂത്രവും എല്ലാം കൂടെ സെപ്പറേറ്റ് ഒരു ടാങ്കിലോട്ട് വീഴ്ത്തുവാണ്. അവിടെ നമ്മൾ സ്ലൈർ രൂപത്തിലാക്കി അത് നമ്മൾ ഏലത്തിൻ്റെ ചുവട്ടിൽ അകത്തി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാണകം എങ്ങനെയാണ്? ഉണക്കിയാണോ ഇടുന്നത് അതോ പച്ച ചാണകം അതേപടി ഉപയോഗിക്കാറുണ്ടോ? മെയിനായിട്ട് ചാണകവും ഉണക്കിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചച്ചാണകം ഈ വളങ്ങൾ കലക്കി ഒഴിക്കേണ്ട സാഹചര്യത്തിൽ ഈ പച്ചച്ചാണകം കൂടെ ചേർത്താണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ ചാണകം അല്ലാതെ മറ്റ് ജൈവവളങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? മറ്റ് ജൈവവളം നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, 8 കൂട്ടം പിണ്ണാക്ക് എന്നിവ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? കലക്കിയാണോ അതോ പൊടിയായിട്ട്? നമ്മൾ ഇത് മറ്റ് രാസവളങ്ങളോട് മിക്സ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. എബിൻ്റെ വിജയകരമായ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കിസാൻ വാണി ശ്രോതാക്കളുമായി ഇത്രയും സമയം കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നന്ദി സാർ. ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ എബിൻ മൈക്കിളുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. Hey, 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 hey.